ഓരോ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത രീതി പഠിക്കുന്നു. അവരുടെ ജോലിയോടും ലോകത്തോടും മറ്റു സമൂഹത്തിനോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ നോക്കുന്നു. എന്നെ ഏറ്റവും കൂടുതൽ ആവേശം കൊള്ളിച്ച ഒരു രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് കൺട്രി എന്ന് നോർവേ പറയാനുള്ള കാരണം, ഇപ്പൊ ജർമ്മനി പോയാലും നമുക്കൊരു കൾച്ചറേ ഉള്ളൂ, നോർവേയിൽ പോയാലും ഒരു കൾച്ചറേ കാണുന്നുള്ളൂ. ഇന്ത്യയിൽ പോയാൽ അങ്ങനെയല്ല. രാജ്യത്തിന്റെ അതിർത്തികൾ താണ്ടുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്, നമ്മൾ പോലും അറിയില്ല. ഇത് പോകാൻ ഏറ്റവും പ്രയാസം തോന്നിയിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന്. അപ്പൊ ഇന്ത്യയിൽ നടത്തിയ പല യാത്രക്കിടയിലും എനിക്ക് ദുരന്തങ്ങൾ വരെ സംഭവിച്ചിട്ടുണ്ട്. യാത്ര അവസാനിച്ചതിന്റെ സങ്കടമല്ല, അതിശൈത്യത്തിനടക്കും പാട്ടുപാടാനും ഞങ്ങളുടെ കൂടെ യാത്രാനുഭവങ്ങൾ പങ്കുവെക്കാനും ഒക്കെ ഉണ്ടായിരുന്ന കൂട്ടുകാരി ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് മരിച്ചു പോവുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന. നമസ്കാരം. ലോകകപ്പ് ആവേശം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുമ്പം പലപ്പോഴും പല രാജ്യങ്ങളുടെയും പേരുകളും നമ്മുടെ ശ്രദ്ധ ആകർഷിക്കാറുണ്ട്. കുറസോവ്, കാബോ വെർഡി മുതലായ രാജ്യങ്ങളുടെയൊക്കെ പേരുകൾ പലപ്പോഴും പ്രേക്ഷകർ ആദ്യമായിട്ട് കേൾക്കുന്നത് ഈ ലോകകപ്പിന്റെ സമയത്തായിരിക്കും. 48 രാജ്യങ്ങളാണ് ഇത്തവണ ഫിഫ വേൾഡ് കപ്പിൽ മത്സരിക്കുന്നത്. അതിൽ ഏതാണ്ട് 14ഓളം രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്ത് ഏകദേശം 54 രാജ്യങ്ങളിലായി കഴിഞ്ഞ 25 വർഷക്കാലമായി യാത്ര ചെയ്യുന്ന ഒരു മലയാളിയുണ്ട്. നൗഷാദ് അരീക്കോട് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയായിരുന്നു. ഇങ്ങനെ വിവിധ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്ത് താൻ സ്വാംശീകരിച്ച അറിവുകളും വിവരങ്ങളും എല്ലാം ചേർത്തുകൊണ്ട് അദ്ദേഹം പുസ്തകങ്ങളും എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത്തവണ മറുനാടൻ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്ന നൗഷാദ് അരീക്കോട് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനെയാണ്, യാത്രികനെയാണ്, എഴുത്തുകാരനെയാണ്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ. നമസ്കാരക്ക. ഇപ്പോ ഈ ലോകകപ്പ് ആവേശമൊക്കെ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഈ ലോകരാജ്യങ്ങൾ ഒരുപാട് സന്ദർശിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇപ്പൊ ലോകകപ്പിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളിൽ എത്ര രാജ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും? ഒരു 15-16 രാജ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ഒട്ടുമിക്ക ടീമുകളുടെ രാജ്യങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. യൂറോപ്യൻ, പിന്നെ ഏഷ്യൻ രാജ്യങ്ങളിലെ കുറെ ടീമുകളുടെ രാജ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. 16-ലേറെ ഉണ്ടാവും. ഒരു 10-20 രാജ്യങ്ങളുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. മൊത്തം സഞ്ചരിച്ചിട്ടുള്ളത് 54 രാജ്യങ്ങൾ. എങ്ങനെയാണ് ഈ വിദേശ രാജ്യങ്ങൾ, അതായത് സാധാരണഗതി നമ്മുടെ നാട്ടിലൊക്കെ ആൾക്ക് ഒരു യാത്ര പോവാന്ന് പറയുമ്പോൾ നമ്മൾ 100 വട്ടം ആലോചിക്കുന്നതാണ് അല്ല. അപ്പൊ ഇത്രയധികം വിദേശ രാജ്യങ്ങൾ കണ്ടിട്ടുള്ളവർ എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം പേരായിരിക്കും. നമുക്ക് സന്തോഷ് ജോർജ് കുളങ്ങരെ പോലുള്ള ചില ആളുകൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഒരുപാട് രാജ്യങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് യാത്ര ചെയ്യുന്നതാണ്. അതെങ്ങനെയാണ്? രാജ്യങ്ങൾ കാണുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ രാജ്യങ്ങളുടെയും ചരിത്രവും ഭൂമിശാസ്ത്രവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പർവ്വത മേഖലകള്, താഴ്വരകള്, നദികള്, ഇങ്ങനെ ജിയോഗ്രഫിക്കൽ ഏരിയകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഈ രാജ്യങ്ങളുടെ പിറകിലുള്ള സ്വാതന്ത്ര്യ ചരിത്രങ്ങളൊക്കെ നേരത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വിഷയം അതായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ 1-2 ഇടങ്ങളൊക്കെ ആദ്യം, ഉദാഹരണം നേപ്പാൾ. ഞാൻ എൻ്റെ ആദ്യം സന്ദർശിച്ചൊരു വിദേശ രാജ്യം എന്ന് പറയുന്നത് നേപ്പാളാണ്. നേപ്പാൾ സന്ദർശിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എത്ര കണ്ട് ഡിഫറൻസ്, അല്ലെങ്കിൽ എത്ര കണ്ട് പഠിക്കാനുണ്ട് ആ രാജ്യങ്ങൾ എന്നുള്ളത് എനിക്ക് മനസ്സിലായത് നേപ്പാൾ കണ്ടപ്പോഴാണ്. അവിടുന്ന് അങ്ങോട്ട് പിന്നീട് ചൈന, എൻ്റെ അടുത്ത രാജ്യമായിട്ട് ഞാൻ കണ്ടത് ചൈനയായിരുന്നു. ചൈന കണ്ടപ്പോഴാണ് ഒരു കൗതുകം എനിക്കുണ്ടായത്. ഓരോ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത രീതി പഠിക്കുന്നു. അവരുടെ ജോലിയോടും ലോകത്തോടും മറ്റു സമൂഹത്തിനോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ നോക്കുന്നു. ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ പിന്നെ അതൊരു ആവേശമായി എന്നുള്ളതാണ്. എന്നെ ഏറ്റവും കൂടുതൽ ആവേശം കൊള്ളിച്ച ഒരു രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. ചൈന കണ്ടതിന് ശേഷമാണ് ഞാൻ കൂടുതൽ രാജ്യങ്ങൾ കാണാൻ എന്നുള്ള താല്പര്യം. ചൈനയിലെ ജനങ്ങൾക്ക് ജോലിയോടൊക്കെ കാണിക്കുന്ന ഒരു ആഭിമുഖ്യമുണ്ട്. അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കരമാണ്. എത്ര പ്രായമായാലും ജോലി ചെയ്യുക. സീനിയേഴ്സ് ആയ ആളുകൾ, സീനിയർ സിറ്റിസൺസ് എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ആ സമൂഹത്തിൽ കിട്ടുന്ന ഒരു മൂല്യം, ഇതൊക്കെ കണ്ടപ്പോഴേ ഒരു പ്രത്യേക, നമ്മുടെ നാട്ടിൽ, നമ്മുടെ ചുറ്റുപാടിൽ കാണാത്ത ഒരു കാര്യങ്ങൾ. ഒരു 60 വയസ്സ് കഴിഞ്ഞ ഒരു ചൈനക്കാരൻ സുരക്ഷിതനാണ്. അങ്ങനെയൊക്കെ ഉള്ളത്. ആ ഒരു അവസ്ഥ ഞാൻ ഇപ്പൊ കണ്ടത്, ഞാൻ ഏറ്റവും അവസാനം കണ്ട നോർവേയിലൊക്കെ സന്ദർശിച്ചു.
നോർവേയിലൊക്കെ സഞ്ചരിച്ചപ്പോൾ കിട്ടിയത് അവിടെ ഏറ്റവും ഹാപ്പിയസ്റ്റ് കൺട്രി എന്ന്, ലോകത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് കൺട്രി എന്ന് നോർവേ പറയാനുള്ള കാരണം അവരുടെ സീനിയർ സിറ്റിസൺസ്, അവിടുത്തെ ഏറ്റവും പ്രായം ചെന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഒരു സാമൂഹ്യ സുരക്ഷിതത്വമാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ജനസംഖ്യ എപ്പോഴും നമ്മൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് മറ്റു രാജ്യങ്ങളെ കാണുമ്പോൾ ചില പോരായ്മകൾ നമുക്ക് ചിലപ്പോൾ അഭിമാനം തോന്നുന്ന ചില കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉണ്ട്. ഒന്ന്, നമ്മുടെ ഈ ഇത്രയും വലിയൊരു പോപ്പുലേഷൻ ഉണ്ടായിട്ടും നമ്മൾ ഇതൊക്കെ പലതും സർവൈവ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് കാണുന്ന ഒന്ന്. മറ്റൊന്ന്, ഇത്രയും സാംസ്കാരിക വൈജാത്യങ്ങളുള്ള ഇന്ത്യ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. മറ്റോടത്ത് എവിടെ പോയാലും നമുക്ക് അവിടുത്തെ ഒരു ഒറ്റ കൾച്ചറാണ് നമുക്ക് കാണുക. ഇപ്പൊ ജർമ്മനി പോയാലും നമുക്കൊരു കൾച്ചറേ ഉള്ളൂ, നോർവേയിൽ പോയാലും ഒരു കൾച്ചറേ കാണുന്നുള്ളൂ. ഇന്ത്യയിൽ പോയാൽ അങ്ങനെയല്ല, ഒരു 10-20 വ്യത്യസ്തമായ സംസ്കാരം നമുക്ക് ഇന്ത്യയിൽ കാണും, ഭാഷാപരമായിട്ട് വ്യത്യാസം കാണും. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ അഭിമാനം കൊള്ളുന്ന ഒരു കാര്യമാണ്. ഈ ഒരു രാജ്യത്തിനകത്ത് ഇതൊക്കെ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യം. ഇപ്പൊ അതുപോലെ 54 രാജ്യങ്ങൾ സന്ദർശിച്ചു. അപ്പൊ ഇതിനകത്ത് പലപ്പോഴും നമുക്ക് പറയുന്ന പോലെ പുറമേ നോക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ഒരുപാട് സുഖകരമായിരിക്കും യാത്ര എന്ന് പറയാൻ എളുപ്പമാണെങ്കിലും അത്ര സുഖകരമായിരുന്നു യാത്രകള് പൊതുവെ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള യാത്രകളൊക്കെ അല്പം സുഖകരമാണ്, വലിയ പ്രയാസങ്ങളൊന്നുമില്ല. കാരണം രാജ്യത്തിന്റെ അതിർത്തികൾ താണ്ടുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. നമ്മൾ പോലും അറിയില്ല. 6-7 രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കൽ പോലും നമ്മൾ വിസ പരിശോധന നടക്കുന്നില്ല. നമ്മൾ സുഖമായിട്ട് സുന്ദരമായിട്ട് എല്ലാം കടന്നു പോകും. ഈ ഷെങ്കൻ വിസ ഉള്ളതുകൊണ്ട് ഒരു തടസ്സവും ഇല്ല എന്നുള്ളത്. നേരെ മറിച്ച് ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ വരുമ്പോൾ വളരെ കർശനമായ പരിശോധനകൾ, യാത്രക്കാർക്ക് പ്രയാസങ്ങൾ നേരിടുന്ന പരിശോധനകളൊക്കെ നമുക്ക് ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട്. ഏറ്റവും ബുദ്ധിമുട്ട് ഇങ്ങനെ അനുഭവപ്പെട്ട രാജ്യം ഏതായിരുന്നു? അതിലെനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഇത് പോകാൻ ഏറ്റവും പ്രയാസം തോന്നിയിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് കടന്ന സമയത്തും ഒരു 3 തവണ പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. പറയുമ്പോൾ അവിടെ നേപ്പാളിലേക്ക് കടക്കാൻ നമുക്കൊരു വിസയുടെ ആവശ്യം പോലും ഇല്ല. എന്നിരുന്നാൽ പോലും നമുക്ക് വളരെ കർശനമായ പരിശോധനകളായിരുന്നു ഉണ്ടായിരുന്നത് നേപ്പാളിലേക്ക് പോയപ്പോൾ. അതേപോലെ ഭൂട്ടാനിലേക്ക് കടന്നപ്പോഴും ഈ ഒരു പരിശോധന ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ മണിപ്പൂർ ഭാഗത്ത് നിന്ന് ഭൂട്ടാനിലേക്ക് കടക്കാനാണ് ശ്രമിച്ചത്. അപ്പൊ അവിടെയും ഇതേപോലുള്ള കർശനമായ പരിശോധനകൾ ഉണ്ടായിട്ടുണ്ട്. നേരെ മറിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പൊ ഫ്രാൻസിൽ ഇറങ്ങിയ നമ്മള് അവിടുന്ന് ബെൽജിയത്തിലേക്ക് കടക്കുന്നു, അതിന് നെതർലാൻഡ്സിലേക്ക് കടക്കുന്നു, സ്വിറ്റ്സർലൻഡിലേക്ക് കടക്കുന്നു, ജർമ്മനിയിലേക്ക് കടക്കുന്നു, ഇറ്റലിയിലേക്ക് കടക്കുന്നു. ഇവിടെ ഒന്നും തന്നെ നമുക്കൊരു പരിശോധനയില്ല. നമ്മൾ ഒരു സ്ഥലത്ത് പരിശോധിക്കപ്പെട്ടതിന്റെ പുറമെ ഇല്ല. അവിടെയൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള രാജ്യങ്ങൾക്കിടയിലുള്ള നമ്മള് സംഘർഷങ്ങൾ വളരെ കുറവായതുകൊണ്ടായിരിക്കും. അതെ, അതാണ് രാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന ഒരു പീസ്ഫുൾ കരാറുകൾ അല്ലെങ്കിൽ പീസ്ഫുൾ അന്തരീക്ഷമായിരിക്കും അതിനൊക്കെ കാരണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം നമ്മള് ചോദിച്ച ആളുകൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, ഈ യാത്രക്കിടയിൽ മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. വളരെ വളരെ യാത്രക്കിടയിൽ അപ്പൊ ഇന്ത്യയിൽ നടത്തിയ പല യാത്രക്കിടയിലും എനിക്ക് ദുരന്തങ്ങൾ വരെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ത്യയിൽ ഒരു ഹിമാലയൻ ട്രക്കിംഗ് നടത്തിയിരുന്നു. യൂത്ത് സോഷ്യൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഞാൻ 2009 ഒരു ഹിമാലയൻ ട്രക്കിംഗ് നടത്തിയിരുന്നു. അതൊരു അതിദുർഘടമായ സാർപാസിലേക്കുള്ള ഒരു ഹിമാലയൻ ട്രക്കിംഗ് ആയിരുന്നു. ട്രക്കിംഗ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. യാത്രയിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ട്രക്കിംഗ് ആണ്. അപ്പൊ ആ ഹിമാലയ യാത്രയിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പാതയുടെ ബുദ്ധിമുട്ട് കാരണം. അത് 2 വനിതകളായിരുന്നു. അവര് മഹാരാഷ്ട്രയിൽ നിന്നും ഗുജറാത്തിൽ നിന്നുള്ള 2 വനിതകളായിരുന്നു. ആ വർഷം തീരെ അങ്ങനെ സംഭവിക്കാറില്ലാത്തതാണ്. വളരെ വലിയ ഹിമപാതം ഉണ്ടായി. നമ്മുടെ അരക്കൊപ്പം മഞ്ഞ് മൂടിക്കിടന്നു. അപ്പോൾ നമുക്ക് യാത്ര ദുർഘടമായി. സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് അവര് മഞ്ഞിനടിയിൽ തല കൊണ്ടുപോയി എണീക്കാൻ പറ്റാതെ ഒരനുഭവം ഉണ്ടായിട്ടുണ്ട്. 2009 ഈ സംഭവം ഉണ്ടായത്.
ഇപ്പൊ നേരത്തെ ഈ കൂടെ ഉണ്ടായിരുന്ന 2 പേര് മരണപ്പെട്ടു. അപ്പൊ നമുക്ക് കാരണം തൊട്ട് മുൻപത്തെ നിമിഷം വരെ നമ്മുടെ കൂടെയുള്ള 2 പേര് ഇനി ഒരാൾ എന്റെ കൂടെ ഞങ്ങളൊരു 3 പേരടങ്ങുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണ്. അതിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നൊരു പെൺകുട്ടിയായിരുന്നു മരണപ്പെട്ടു പോയത്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതിൽ ഞങ്ങളുടെ യാത്ര അവിടെ പെട്ടെന്ന് അവസാനിക്കുകയാണ് ചെയ്തത്. യാത്ര അവസാനിച്ചതിന്റെ സങ്കടമില്ല. കൂടെ ഉണ്ടായിരുന്ന തലേ ദിവസം വരെ രാത്രിയിൽ ഈ അതിശൈത്യത്തിനടക്കം പാട്ടുപാടാനും ഞങ്ങളുടെ കൂടെ യാത്രാനുഭവങ്ങൾ പങ്കുവെക്കാനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരി ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് മരിച്ചു പോവുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന. ഞങ്ങൾ യാത്ര അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇക്ക യാത്ര ആരംഭിക്കുന്നത് ദശാബ്ദങ്ങൾക്ക് മുമ്പാണ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച യാത്രയാണ് അല്ലെങ്കിൽ ഇത്ര യാത്രകൾ. ഇപ്പം ഒരുപാട് യാത്രികർ, അതായത് പഴയതുപോലെയല്ല. ഇപ്പം നമ്മൾക്കറിയാം നിരവധി ആളുകൾ ബ്ലോഗർമാരായിട്ടും ഒക്കെ യാത്രകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നത്. അതിനൊക്കെ വർഷങ്ങൾക്ക് മുൻപ് യാത്രകൾ ആരംഭിച്ചൊരു വ്യക്തിയാണ്. അപ്പൊ അന്നത്തെയും ഇന്നത്തെയും ഈ ഒരു വ്യത്യാസം എന്താണ് തോന്നുന്നത്? ഒന്ന്, ആദ്യകാലത്ത് യാത്ര ചെയ്ത സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് യാത്ര ചെയ്യുന്ന രാജ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല. ഒന്ന്, നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോണുകളില്ല, ഗൂഗിൾ സംവിധാനങ്ങളില്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന അവിടെ വെച്ച് ഓൺ ദ സ്പോട്ട് കിട്ടുന്ന അറിവുകളെ നമ്മുടെ കയ്യിലുള്ളൂ. ഇന്നങ്ങനെയല്ല. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ചൈന ഒക്കെ എന്റെ ആദ്യകാലത്തെ യാത്രകളാണ്. അന്ന് ഏത് വർഷമായിരുന്നു? അതെനിക്ക് തോന്നുന്നു ഒരു 2000-ലൊക്കെയാണ് ആ യാത്ര. 2000-ന്റെ തുടക്കത്തിൽ. അതൊന്നും കാര്യമായിട്ട് മൊബൈൽ ഫോൺ പോലും എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു കാലത്താണ് ചൈനയിലൊക്കെയുള്ള യാത്ര ഉണ്ടായത്. അന്ന് ഈ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത്, ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഏതൊരു യാത്രക്ക് മുമ്പായിട്ട് വളരെ നന്നായിട്ട് ഒരു ഹോംവർക്ക് ചെയ്തിട്ടേ ഞാൻ പോവുള്ളൂ. പോകുന്ന രാജ്യത്തെക്കുറിച്ച്, അവിടുത്തെ ജനങ്ങളെക്കുറിച്ച്, അവിടുത്തെ കാഴ്ചകളെ കുറിച്ചൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ പോകാറുള്ളത്. പക്ഷെ അന്ന് ഇതൊന്നും ലഭ്യമല്ല. അന്ന് നമുക്ക് നമ്മുടെ പോകുന്ന യാത്രാ സംഘത്തിൽ നിന്നോ അല്ലെങ്കിൽ അവിടെയുള്ള ടൂർ ഗൈഡിൽ നിന്നോ അവരുടെ ഭാഷയൊക്കെ തന്നെ നമുക്ക് ചൈനയിലൊക്കെ പോകുമ്പോൾ ഇംഗ്ലീഷ് ഭാഷ വല്ലാത്തൊരു പ്രയാസമുള്ളൊരു കാര്യമാണ്. അവർക്ക് ഇംഗ്ലീഷ് അറിയുന്ന ഗൈഡുകൾ വളരെ ചുരുക്കമായിരിക്കും. അറിയുന്നവർ തന്നെ പറയുന്നത് വളരെ മനസ്സിലാക്കാനും പ്രയാസമായിരിക്കും. അങ്ങനെയൊക്കെയാണ് ആ വിവരങ്ങളൊക്കെ കിട്ടിയിരുന്നത്. ഇന്ന് അതൊക്കെ ഭയങ്കര ഈസി അല്ലേ. ഇന്ന് യാത്ര പോവാതെ പോലും യാത്രയെക്കുറിച്ച് എഴുതുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും. യാത്ര ഇന്ന് അങ്ങനെ ഒരു വളരെ സൗകര്യപ്രദമായിട്ട്, പിന്നെ ഹോട്ടലുകളിൽ വന്ന മാറ്റം, പിന്നെ വാഹനങ്ങളിൽ വന്ന മാറ്റം, വിമാന സർവീസുകളിൽ വന്ന മാറ്റം. നമ്മുടേതും നിരവധി വിനോദസഞ്ചാരികൾ എത്തിപ്പെടുന്ന ഒരു രാജ്യമാണ്. അപ്പം വിനോദസഞ്ചാരികൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ എന്താണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്? നമുക്ക് അവർക്ക് വേണ്ടത് ഏറ്റവും ബേസിക് അമ്യൂണിറ്റീസ് കൊടുക്കുക എന്നുള്ളതാണ്. ഒന്ന്, യാത്രകളെ കുറിച്ച്, നമ്മൾ സൈറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ലഭ്യമാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. രണ്ടാമത്തത്, ഒരു ടൂറിസ്റ്റ് സെന്ററിനകത്ത് ഉണ്ടായിരിക്കേണ്ട ഒരു ക്ലൻലിനെസ്, അതുപോലെ തന്നെ അവർക്ക് വേണ്ട വാഷ്റൂം സൗകര്യങ്ങൾ, ബേസിക് അമ്യൂണിറ്റി സൗകര്യങ്ങൾ, പിന്നെ സെക്യൂരിറ്റി മെഷേഴ്സ്, നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡുകൾ. ഇന്ത്യയിലൊക്കെ നമുക്ക് കണ്ടെത്തില്ല ആർക്കും എപ്പോഴും ഗൈഡുകളാവാൻ പറ്റും. എന്നാൽ ഒരു വിദേശത്ത് നമ്മൾ പോകുമ്പോഴാണ് മനസ്സിലാവുക, അവിടുത്തെ റെക്കഗ്നൈസ്ഡ് ഗൈഡുകളല്ലാത്ത ഒരാളും ഒരു യാത്രാ സംഘത്തിനെയും പിന്നെ എന്താണ് അനുഗമിക്കാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെയൊക്കെ, അതായത് അതിനൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഗൈഡ് എന്ന് പറയുന്നത് ഒരു മികച്ച ജോലിയാണ്. വിദേശത്തൊക്കെ വലിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ജോലിയാണ്. അപ്പൊ അവർക്ക് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇന്ത്യയിൽ വളരെ കുറവാണ്. പിന്നെ ഈ പരിസരങ്ങള്, ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ പരിസരങ്ങളുടെ ഈ ക്ലൻലിനെസ് വളരെ പൂറാണ്. നമുക്ക് പലപ്പോഴും പലയിടത്തും ഉദാത്തമായ കാഴ്ചകൾ നമ്മൾ ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ അജന്തയും എല്ലോറക്കൊക്കെ കിടപിടിക്കുന്ന ഒരു സാധനം ലോകത്ത് എവിടെ പോയാലും നമുക്ക് കാണാൻ പറ്റില്ല. എവിടെ പോയാലും നമുക്ക് അതിലും വലിയൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റില്ല. അജന്തയും എല്ലോറയൊക്കെ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച. ഒരു പക്ഷെ ലോകത്ത് അതിന് തുല്യമായിട്ടുള്ള കാഴ്ചകൾ ഉണ്ടാവില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അവിടെ വേണ്ടത്ര സുരക്ഷിതത്വം ഇല്ല. പിന്നെ ചരിത്ര സ്മാരകങ്ങള് അവർ സംരക്ഷിക്കുന്ന ഒരു രീതിയുണ്ട്, അത് എടുത്തു പറയേണ്ടതാണ്. ചരിത്ര സ്മാരകങ്ങള് അതിന് പിൽക്കാലത്ത് വന്നവര് അതിന് എതിരായ ആളുകളായിട്ട് പോലും ഈ ചരിത്ര സ്മാരകങ്ങളൊക്കെ പ്രകൃതിക്ഷോഭത്താലല്ലാതെ തകർക്കപ്പെട്ടിട്ടില്ല. പിന്നീട് വന്ന ആളുകൾ തകർക്കപ്പെട്ടിട്ടില്ല. അതൊരു വലിയ ഒരു അനുഭവമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ, അല്ലെ? ഒരുപാട് പേര് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര്. അല്ലെ, അവരോട് ഇപ്പൊ പുതിയ തലമുറ യാത്രക്കാരോട് എന്താണ് പറയുന്നത്? പിന്നെ യാത്ര
ആസ്വാദനം മാത്രമായിട്ട് ഒതുങ്ങേണ്ടതല്ല, അറിവിന്റെ ഒരു വലിയൊരു അക്ഷയഖനിയാണ് ഓരോ യാത്രയും തുറക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓരോ യാത്രയും അനുഭവങ്ങളിലേക്കുള്ള നിക്ഷേപമാണ്. ഓരോ യാത്രയും അനുഭവങ്ങളിലുള്ള ഒരു നിക്ഷേപമാണ്. ഒരു യാത്ര ചെയ്ത് കിട്ടുന്ന ഒരു അനുഭവം ഒരു പാഠപുസ്തകം പഠിച്ചാലോ ഒരു ചരിത്ര പുസ്തകം പഠിച്ചാലോ നമുക്ക് കിട്ടില്ല. അപ്പൊ പക്ഷേ പലരും ഇത് യാത്ര ചെയ്യുന്നത് വീട്ടിൽ നിന്ന് 10 ദിവസം മാറി നിൽക്കാനും ഒന്ന് അടിച്ചു പൊളിക്കാനും. യാത്ര ഒരിക്കലും അടിച്ചു പൊളിക്കാനല്ല. എന്തൊക്കെയായാലും വളരെ നന്ദി. ഒരു ചോദ്യം കൂടി, ഇനി അടുത്ത യാത്ര എപ്പോഴാണ്, എങ്ങോട്ടാണ്? അടുത്ത യാത്ര ഒരു ജപ്പാൻ കൊറിയ യാത്രയാണ് മനസ്സിലുള്ളത്. എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കണമെന്നില്ല. ഒരു സെൻട്രൽ ഏഷ്യയും ജപ്പാൻ കൊറിയ ഇതൊക്കെയാണ് ഇപ്പോൾ മനസ്സിലുള്ളത്. ഇമ്മീഡിയറ്റ് ആയിട്ട് നാളെ ഒരു മൺസൂൺ യാത്രക്ക് പോകും. ഇമ്മീഡിയറ്റ് ആയിട്ട് അത് അഗുംബെ, പൊന്നാവര, ഗോകർണ, ഉടുപ്പി ഉള്ള ഒരു കർണാടകയുടെ കോസ്റ്റൽ ഏരിയയിലൂടെ ഒരു യാത്ര നാളെ സുഹൃത്തുക്കളുമായിട്ട് ഞങ്ങളൊരു അരീക്കോട് യാത്രാ സംഘം എന്ന് പറയുന്നൊരു കൂട്ടായ്മയുണ്ട്. 30 വർഷമായിട്ടുള്ള ഒരു യാത്രാ കൂട്ടായ്മ. 30 വർഷം യാത്രയുടെ തുടക്കം അവിടെയാണ്. 84-ലാണ് ഞങ്ങളുടെ ആദ്യത്തെ യാത്ര തുടങ്ങുന്നത്, ഡൽഹിയിലേക്കുള്ള ഒരു യാത്രയിലൂടെ. ഈ യാത്രാ സംഘം ഒരുപാട് യാത്രകൾ ചെയ്തു. അവരുടെ കൂടെ നാളെ ഒരു മൺസൂൺ യാത്രക്ക് ഒരുങ്ങാൻ. ശരി, അപ്പോൾ എല്ലാവിധ മംഗളങ്ങളും. താങ്ക് യു.